ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എനിക്ക് കുറച്ച് വാളമീൻ കിട്ടി. കുറച്ചല്ല, 2 വാളമീൻ ഞാൻ ഇന്നലെ മേടിച്ചായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് ഒരെണ്ണം എടുത്ത് പൊരിക്കാം, ഒരെണ്ണം കറിയും വയ്ക്കാം. അപ്പോൾ പൊരിക്കുന്നതിന് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നമുക്ക് നോക്കാം. അത് ഞാനൊന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുകയാണ്. അപ്പോൾ മീനാണിത്, 2 വാളമീനാണ്. 2 വാളമീൻ വൃത്തിയാക്കി വെച്ചതാണ്. എനിക്ക് 2 മീൻ അവർ തന്നെ ക്ലീൻ ചെയ്ത് തന്നു. ഇത് നമ്മൾ ഒന്നുകൂടെ വൃത്തിയാക്കി എടുക്കാനുണ്ട്. 2 വാളമീനിൻ്റെ പകുതി എടുത്ത് ഞാൻ കറി വെക്കും, പകുതി നമുക്ക് പൊരിക്കാം. അപ്പോൾ നമുക്ക് പൊരിക്കാനായിട്ട് ഞാനിവിടെ ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. ചെറിയ ഉള്ളി, പിന്നെ ഞാനൊരു 5-6 ചെറിയ ഉള്ളിയാണ് എടുത്തത്. പിന്നെ നമുക്ക് വേണ്ടത് കറിവേപ്പിലയാണ്. കറിവേപ്പില പിന്നെ ഞാനിട്ടു. മുളക് പൊടി എടുത്തു, മല്ലിപ്പൊടി എടുക്കുന്നില്ല. മുളക് പൊടി, കറിവേപ്പില, ചെറിയ ഉള്ളി, 2 അല്ലി വെളുത്തുള്ളി, പിന്നെ കുരുമുളകാണ് മെയിനായിട്ട് വേണ്ടത്. ഉപ്പ്. അപ്പോൾ ഇതെല്ലാം കൂടി നമുക്കൊന്ന് ചതച്ചെടുക്കാം. നല്ലപോലെ അരയേണ്ട, ചതച്ചെടുത്താൽ മതി. അപ്പം ഇതിൽ ഇഞ്ചിയൊന്നും ഞാൻ ചേർക്കില്ല. പിന്നെ കുറച്ച് കായപ്പൊടിയും കൂടെ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ചെറിയ ഉള്ളിയും കുരുമുളകുമാണ് മെയിനായിട്ട് ഇതിൻ്റെ ഹൈലൈറ്റ്. അപ്പോൾ നമുക്കിതൊന്ന് ചതച്ചെടുത്തിട്ട് വരാം. അപ്പം ഞാൻ ഒരു 10 കഷ്ണം മീൻ ഞാൻ എടുത്തിട്ട് അരപ്പെല്ലാം ഒന്ന് ചതച്ചെടുത്തു. ഇനി നമുക്ക് ലേശം നാരങ്ങയും കൂടെ ഒന്ന് പിഴിഞ്ഞ് ഒഴിച്ചിട്ട് നമുക്കിത് പുരട്ടി ഒരു അരമണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഓൾറെഡി ഞാൻ കായമെല്ലാം ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്കിത് നല്ലോണം നെയ്യിലൊക്കെ പുരട്ടി റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. വെളിച്ചെണ്ണ വേണമെങ്കിലും ഒഴിച്ച് നമുക്ക് കുറച്ച് ടേസ്റ്റ് കൂടും. അപ്പം ഞാൻ നാരങ്ങ വച്ചിരിക്കുന്ന എല്ലാം കൂടി വേണ്ട. അപ്പം നാരങ്ങയും കൂടെയും പിഴിഞ്ഞ് ഒഴിച്ചിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് അരമണിക്കൂർ നമുക്ക് റോസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അപ്പോഴത്തേക്കും നമുക്ക് മീൻ കറി വയ്ക്കാം. ബാക്കി ഇരിക്കുന്ന മീൻ നമുക്ക് കറി വയ്ക്കാം. അപ്പം ബാക്കിയിരുന്ന വാളമീൻ ഞാനങ്ങ് കറി വെച്ചു. കറി വെച്ചതൊന്നും കാണിക്കില്ല, മുളകാണ് വെച്ചത്. അതൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ. അപ്പം ഞാനതങ്ങ് കറി വെച്ചു. ഇനി നമുക്ക് ഇപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് പാൻ അടുപ്പത്ത് വെച്ച് മീൻ പൊരിച്ചെടുക്കാം. അപ്പോൾ ഞാൻ പാൻ അടുപ്പത്ത് വെച്ചു. ചൂടായി വരുമ്പോൾ നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയാണ് ഞാൻ എടുത്തത്. വെളിച്ചെണ്ണ കുറേ നാളായിട്ട് സൺഫ്ലവർ ഓയിലാണ്. ഇന്ന് ഞാൻ വെളിച്ചെണ്ണ എടുത്തിരിക്കുന്നത്. വെളിച്ചെണ്ണ ഒഴിച്ചു. എന്നിട്ട് 2 അല്ലി കറിവേപ്പില, 2 തണ്ട്, അല്ലിയല്ല തണ്ട് കറിവേപ്പില വെച്ചു, വെറൈറ്റിക്ക് വേണ്ടി. വെച്ചു. അതിൻ്റെ പുറത്ത് മണമൊക്കെ
ഒരു വശം മൂക്കട്ടെ. അപ്പോൾ മീൻ ഞാനൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല ചെറിയ ഉള്ളിയിൽ വെളിച്ചെണ്ണയുടെയൊക്കെ നല്ല മണവും നല്ല ഫ്രഷ് മീനായിരുന്നു കിട്ടിയത്. അപ്പോൾ വാള ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഉച്ചയ്ക്ക് എന്തൊക്കെയാണ് റോസ്റ്റ് ചുരുക്കുണ്ട് ഇന്നത്തെ ഉച്ചയൂണിൻ്റെ വിഭവങ്ങൾ നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, റോസി ശുചിക്കൂട്ടിൻ്റെ ഇന്നത്തെ ഉച്ചയൂണിൻ്റെ ഒന്ന് കാണിക്കുന്നത് നമ്മൾ വാള തന്നെയാണ് മുളകിട്ട് വെച്ചതുണ്ട്, പിന്നെ ചെറുപയർ തോരനുണ്ട്, പിന്നെ നമ്മുടെ മീൻ ഫ്രൈ ഉണ്ട്, പിന്നെ നമുക്ക് എന്താണ് മാങ്ങ അച്ചാറ്, പിന്നെ നമ്മുടെ പുളിശ്ശേരി. ഇത്രയാണ് ഇന്ന് ഞങ്ങളുടെ ഉച്ചയൂണ്. അപ്പോൾ എല്ലാവരും ഇത് കാണണം, കമൻ്റ് ഇടണം, ചെയ്യാതിരിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അടുത്തൊരു റെസിപ്പിയുമായി കാണുമ്പോഴേക്കും ടാറ്റാ, ബൈ ബൈ, സീ യു.